നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്കാണ് ചേലക്കരയിൽ കാണാൻ കഴിയും. എനിക്കൊരു പക്ഷേ പാലക്കാടിനേക്കാൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്ക് കാണാൻ കഴിഞ്ഞ ചേലക്കരയിലായിരുന്നു. പാലക്കാട് വർക്ക് മോശമെന്നല്ല പറഞ്ഞത്, പക്ഷേ ഇതുവരെ ചേലക്കരയിൽ കാണാത്ത രീതിയിൽ നല്ലൊരു മുന്നേറ്റം UDF നടത്തിയിരുന്നു. പക്ഷെ കഴിഞ്ഞ ലോക്സഭയിൽ കിട്ടിയ നേട്ടം പോലും അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോ ജനങ്ങൾ ഞങ്ങളെ നല്ല രീതിയിൽ ഞങ്ങളെ സ്വീകരിച്ചതോടൊപ്പം തന്നെ ഒരു വാണിംഗും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം എപ്പോഴും വോട്ടായി മാറണമെന്നില്ല എന്നൊരു സൂചന കൂടെ ചേലക്കര ഞങ്ങൾക്ക് നൽകുന്നു. പക്ഷേ ചേലക്കരയിലെ പരാജയം ഞങ്ങൾ ഒരിക്കലും ക്ഷീണിപ്പിക്കുന്നില്ല. കാരണം 2001 വെറും 40 സീറ്റിലേക്ക് ഇടതുപക്ഷം ചുരുങ്ങിയപ്പോഴും ചേലക്കര അവരുടെ കൂടെയായിരുന്നു. കഴിഞ്ഞ ലോക്സഭയിൽ 19 എണ്ണത്തിലേക്ക് ചുരുങ്ങിയപ്പോഴും ചേലക്കര LDFന്റെ കൂടെയായിരുന്നു. പക്ഷേ UDFന് മുൻതൂക്കമുള്ള പഞ്ചായത്തുകൾ തിരിച്ചടിയുണ്ടായി. അതുകൊണ്ട് ഈ ജനവിധിയെ ഞങ്ങൾ വിനയപൂർവ്വം സ്വീകരിക്കുന്നു. യാഥാർത്ഥ്യങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. നല്ല കരുത്തോടുകൂടെ ഭാവിയിൽ UDF മുന്നോട്ട് പോകും. ഇവിടെ ചില ചാനലുകൾ കണ്ടത് ഭരണവിരുദ്ധ വികാരമില്ല, ചേലക്കര ചൂണ്ടിക്കാണിച്ചില്ല. അതൊന്നുമല്ല, ഭരണവിരുദ്ധ വികാരം നന്നായിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങൾക്ക് ചേലക്കരയിൽ ഉദ്ദേശിച്ച രീതിയിൽ അതിന്റെ റിസൾട്ട് കിട്ടിയില്ല. അത് ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങൾ ഗൗരവത്തിൽ തന്നെ അക്കാര്യം പരിശോധിക്കും. അതുപോലെ സന്തോഷമുള്ളത് പ്രിയങ്കാ ഗാന്ധിക്ക് ഉദ്ദേശിച്ച ഭൂരിപക്ഷം നൽകാൻ കഴിയുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് കാണിക്കുന്നത്. ഇപ്പോൾ തന്നെ അവരുടെ ഭൂരിപക്ഷം ഏതാണ്ട് 3 ലക്ഷത്തിലേക്കായി. അപ്പോ 5 ലക്ഷം എന്നുള്ള ഒരു ടാർഗറ്റ് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ. ഏതായാലും ഇനിയും 1 മണിക്കൂറുണ്ട് പൂർണ്ണമായിട്ട് എണ്ണിക്കാൻ. ഈ പാലക്കാട് സന്ദീപ് വാര്യരുടെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നാണ് താങ്കളുടെ ഇപ്പോഴത്തെ ഈ കാണാൻ കഴിയുന്നത്? സന്ദീപ് വാര്യർ വന്നുകൊണ്ട് വോട്ടൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ചില അങ്ങനെ പ്രചാരണം ഉണ്ടായിരുന്നു. സന്ദീപ് വാര്യർ വന്നപ്പോൾ RSSകാർ കുറെ കൂടെ ശക്തമായി. അതുകൊണ്ട് നഷ്ടമുണ്ട്. ആ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. ലാഭം ഉണ്ടായിട്ടുണ്ടോ? ഒരാൾ വന്നു എന്നുള്ള ഒരു മെച്ചം ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പാലക്കാട് തോൽക്കുന്ന പ്രശ്നമില്ല. അത് കോൺഗ്രസിന്റെ UDFന്റെ A ഗ്രേഡ് സീറ്റാണ്. പക്ഷെ ഭൂരിപക്ഷം വർദ്ധിച്ചത് തീർച്ചയായിട്ടും സന്ദീപ് വാര്യരുടെ വരവ് ഒന്ന് അരക്കിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. നഗരസഭയിലെ ഈ നേട്ടം അതൊരു ഫാക്ടറായിട്ട് കാണാൻ പറ്റുമോ? അതിന്റെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം, ഒരാൾ എല്ലാ ഇലക്ഷനും കയറി മത്സരിക്കാൻ നിന്ന ജനത്തിനും പാർട്ടിക്കാർക്കും മടുപ്പുണ്ടാകും. പാൽ സൊസൈറ്റി വന്ന് അതിലും കയറി മത്സരിക്കും. മുനിസിപ്പാലിറ്റി ഞാൻ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് പറയാം. പക്ഷെ അദ്ദേഹം സീറ്റ് പിടിച്ചു വാങ്ങിക്കുക. സീറ്റ് പിടിച്ചു വാങ്ങി അപ്പൊ ഇത്തവണ സ്വന്തം പാർട്ടിക്കാരെന്നെ പണിതിട്ടോ എനിക്ക് സംശയമുണ്ട്. കാരണം ഇങ്ങനെ എല്ലാ ഇലക്ഷനിലും കയറി സീറ്റ് മത്സരിക്കുക, ബാക്കി ആരെ പാർട്ടിയിൽ ഇല്ലാത്ത പോലെയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരാണ് പറഞ്ഞത് അദ്ദേഹത്തിന് വോട്ട് വേണ്ട, നോട്ട് മതി. ഞാൻ പറഞ്ഞല്ല, ഞാൻ ഒരു സ്ഥാനാർത്ഥിയും ഞാൻ പേഴ്സണലായിട്ട് ഞാൻ ഹരാസ് ചെയ്യില്ല. അതെന്റെ പോളിസിയല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ പറഞ്ഞ എന്താ, നിങ്ങൾ ചാനലിൽ കൂടെയാ പറഞ്ഞത് ഇയാൾക്ക് വോട്ട് വേണ്ട, നോട്ട് മതി. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ അയാൾക്ക് സ്വന്തം പാർട്ടിക്കാരും പണി കൊടുത്തു. നേരെ മറിച്ച് ഇടതുപക്ഷം ഈ അവസാനത്തെ പരസ്യവും വൃത്തികേടും ട്രോളി വിവാദമൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ 2ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞേനാണ്. അതുകൊണ്ടാണ് ഞാൻ LDF UDF മത്സരം എന്ന് പറയാൻ കാരണം, ഈ BJP സ്ഥാനാർത്ഥിന് അവരുടെ പാർട്ടിക്കാരന് എതിരായിട്ട് വോട്ട് ചെയ്യും. അതുകൊണ്ട് LDFന് സെക്കൻഡ് വരാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ പരസ്യത്തിലൂടെയും ട്രോളി വിവാദത്തിലൂടെയും അത് കളഞ്ഞു കുളിച്ചു. അതാണ് സംഭവിച്ചത്. ഏതായാലും റിസൾട്ട് ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. അതേസമയത്ത് ജനങ്ങൾ നൽകിയ ഒരു വാണിംഗും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ 2 ജനഹിതവും മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഭാവിയിൽ മുന്നോട്ട് നീങ്ങും. ഏതായാലും പാലക്കാട് മുനിസിപ്പാലിറ്റി തിരിച്ചുപിടിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഇപ്പോൾ ഒരു അഭിമാന പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. ലോക്കൽ ബോഡിയിൽ എനിക്കാണ് പാലക്കാട് ജില്ലയുടെ ചുമതല. അടുത്ത പാർട്ടി യോഗം കഴിഞ്ഞാൽ ഉടൻ പാലക്കാട് ജില്ലയിൽ ലോക്കൽ ബോഡി ഇലക്ഷന്റെ വർക്ക് ഞങ്ങൾ ആരംഭിക്കും.